ഹായ് മൈ ഡിയർ മ്യൂസിക് ഫ്രണ്ട്സ്. എന്താണ് ഇ ക്യു? നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് ഇ ക്യു എന്താണെന്നൊന്ന് നോക്കിയാലോ. ബാൻഡ് വൈസ് ബാൻഡായിട്ട് ഫുള്ളായിട്ടൊരു ഇ ക്യുവിൻ്റെ ഒരു വീഡിയോ ആണ് ഈ തവണ ചെയ്യാൻ പോകുന്നത്. കംപ്ലീറ്റ് ആയിട്ട് കണ്ടു കഴിഞ്ഞാൽ ഇ ക്യു എന്താണെന്ന് ഏകദേശം നിങ്ങൾക്ക് മനസ്സിലാവും. എന്തിനാണ് ഇത് അപ്ലൈ ചെയ്യുന്നത്? വെറുതെ ഇ ക്യു ചെയ്തിട്ട് കാര്യമില്ലല്ലോ. എങ്ങനെയാണ് ടോണൽ ബാലൻസ് ചെയ്യുക, എങ്ങനെയാണ് അത് നമ്മുടെ വോയിസിനെ സ്മൂത്ത് ചെയ്യുക, എങ്ങനെയാണ് നല്ല ഫ്രീക്വൻസികളെ കൊണ്ടുവന്ന് വോയിസിനെ നല്ല എൻലൈറ്റൻ ചെയ്യുക എന്നൊക്കെ നമുക്കൊന്ന് നമ്മുടെ ക്യൂബേസ് സോഫ്റ്റ്വെയറിൽ ഇരുന്നിട്ടൊന്ന് ചെയ്തു നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ പറഞ്ഞ പോലെ ഒരു വോക്കലിൽ ഇ ക്യു ചെയ്യുന്നത് എങ്ങനെയാണ് നമുക്ക് നോക്കിയിട്ട് ഇ ക്യുവിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാം. ബേസിക്കലി ഇ ക്യു ആഡ് ചെയ്യുന്നത് ഒരു ഇൻസേർട്ടായിട്ടാണ്. അപ്പോൾ ക്യൂബേസിൽ എഡിറ്റ് ചാനലിൽ പോയിട്ട് നമുക്ക് ഇവിടെ ഇൻസേർട്ടായിട്ട് ഒരു ഇ ക്യുവിൻ്റെ പ്ലഗിൻ ആഡ് ചെയ്യാം. ഞാനിപ്പോൾ കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യുന്ന സ്റ്റോക്ക് പ്ലഗിൻസ് ആയിരിക്കാം. അപ്പോൾ അവർക്ക് ഈസി ആവാൻ വേണ്ടിയിട്ട് ഞാനൊരു സ്റ്റോക്ക് പ്ലഗിൻ തന്നെ യൂസ് ചെയ്തിട്ട് കാണിക്കാം. ഫ്രീക്വൻസി എന്ന് പറഞ്ഞിട്ട് ക്യൂബേസിൻ്റെ തന്നെ സ്റ്റീൻബർഗിൻ്റെ തന്നെ ഒരു നല്ലൊരു സ്റ്റോക്ക് പ്ലഗിൻ ഉണ്ട്. അപ്പോൾ ഇത് നോക്കുമ്പോൾ ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ കാണുമ്പോൾ വെറുതെ കൺഫ്യൂസ്ഡ് ആവണ്ട. ഇവിടെയാണ് ഈ ഗ്രാഫ്. ഇതിൻ്റെ ഓരോ ഡീറ്റെയിൽസും ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാൻ ശ്രമിക്കാം. അപ്പോൾ ഫസ്റ്റ് നോക്കേണ്ട ഇവിടെ രണ്ട് ഗ്രാഫ് പോലെ നമ്മളൊരു ഗ്രാഫായിട്ട് കണക്കാക്കിയ ഇതിനെ നമ്മൾ പറയുന്നത് വൈ ആക്സിസ്, ഈ ഹോറിസോണ്ടലി ഉള്ളതിനെ പറയുന്നത് എക്സ് ആക്സിസ് എന്നാണ്. അപ്പോൾ ഈ വൈ ആക്സിസിൽ എന്താണ്, എക്സ് ആക്സിസിൽ ഫ്രീക്വൻസിയാണ്. അതായത് 20 മുതൽ 20,000 വരെ ഹേർട്സ് ഒരു സാധാരണ മനുഷ്യന് കേൾക്കാൻ പറ്റുന്ന വോയിസിൻ്റെ ഫ്രീക്വൻസിയാണ് 20 മുതൽ 20,000 വരെ. ഇതിൻ്റെ താഴത്തോട്ടുള്ളത് സബ് സോണിക്, ഇതിൻ്റെ മുകളിലോട്ട് 20,000-ൻ്റെ മുകളിലോട്ടുള്ള സൂപ്പർ സോണിക്, ഇതിൻ്റെ അപ്പുറത്തോട്ട് നമുക്ക് കേൾക്കാൻ പറ്റത്തില്ല. ആ ഓരോ ഫ്രീക്വൻസികളാണ് ഇവിടെ കാണുന്നത്. ഇവിടെ തൊട്ട് ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ മുകളിലോട്ട് വെർട്ടിക്കലി പോകുന്നത് ഈ മൈനസ് മുതൽ പ്ലസ് വരെ 30 വരെ പോകുന്നത് ഡി ബി ആണ്. അതായത് ഡെസിബിൾസിൽ ഓരോ ഫ്രീക്വൻസിയിലും എത്ര നമുക്ക് കൂട്ടണോ കുറക്കണോ എത്ര ഡി ബി കൂട്ടണം കുറക്കണം എന്നറിയാൻ വേണ്ടിയിട്ടുള്ള വോളിയം ഗെയിനിൻ്റെ സൈഡാണ് ഇത്. അപ്പോൾ അത് പറഞ്ഞ പോലെ ഇതിപ്പോൾ എന്താണെന്ന് വെച്ചാൽ 8 ബാൻഡായിട്ട് തിരിച്ചിട്ടുണ്ട് ഈ ഒരു ഇ ക്യുവിനെ. പണ്ടൊക്കെ നമ്മളൊരു സൗണ്ട് സിസ്റ്റം എടുത്തു കഴിഞ്ഞാൽ നമ്മളതിനകത്ത് ഇ ക്യു ചെയ്യാറുണ്ട് ബേസിക്കലി. അതായത് കേൾക്കാൻ ഇത്തിരി സുഖം വരുത്താനായിട്ട് 2 നോബ് ഉണ്ടാവും, ഒരു ബാസും ഒരു ട്രെബിളും. അപ്പോൾ ഇത് രണ്ടും വെച്ചിട്ടാണ് നമ്മൾ ആകെ ചെയ്യുന്നത്. അപ്പോൾ ബാസ് കൂട്ടിക്കഴിഞ്ഞാൽ ലോ എൻഡിലൊക്കെ നല്ല ഇടി ബേസൊക്കെ കിട്ടും. അപ്പോൾ ബീറ്റിനൊക്കെ നല്ല പവർ ഉണ്ടാവും. പിന്നെ ട്രെബിൾ കൂട്ടിക്കഴിഞ്ഞാൽ ഈ ട്യൂട്ടറൊക്കെ വർക്ക് ചെയ്യും, എന്നുള്ള സൗണ്ടുകളൊക്കെ നന്നായി വർക്ക് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ അങ്ങനെയാണ് 2 ബാൻഡാണ് നമ്മൾ അന്നേരം യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. നമുക്ക് 20 മുതൽ 20,000 വരെയുള്ള ഏത് ബാൻഡും ഒരു ബാൻഡായിട്ട് കൺസിഡർ ചെയ്തിട്ട് ഒരു ഫ്രീക്വൻസീനെ പോലും നമുക്ക് വേണമെങ്കിൽ മൂവ് ചെയ്യാൻ പറ്റും. ഇവിടെ ഇപ്പോൾ ഇതിനെ 8 ഭാഗമായിട്ടാണ് തിരിച്ചേക്കുന്നത്. അതായത് 20 മുതൽ 100 വരെ 150 വരെ അങ്ങനെ ഓരോ ഭാഗങ്ങളായിട്ടാണ് തിരിച്ചേക്കുന്നത്. 100 മുതൽ ഇപ്പോൾ ഇത് കാണുന്ന 250 250 വരെ, പിന്നെ 250 മുതൽ 500 വരെ, 500 തൊട്ട് 1000, ഇത് 1K ആണ് കൊടുത്തിരിക്കുന്നത്. 1000 തൊട്ട് 5000 വരെ, അങ്ങനെ പല ഇതായിട്ടാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇവിടെ കുറേ നോബുകളുണ്ട്. അതെന്താണെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. ഫസ്റ്റ് ഇവിടെ വന്നത് ഫിൽട്ടർ ടൈപ്പാണ്. അതായത് നമുക്ക് ഡയറക്റ്റ് ഒരു ഫിൽറ്ററാണ് അപ്ലൈ ചെയ്യേണ്ടത്. അതായത് കുറച്ച് സാധനങ്ങൾ കയറ്റി വിടണം, ബാക്കിയുള്ളതിനെ കട്ട് ചെയ്ത് കളയണം. അതിനെ സബ്സ്ട്രാക്റ്റീവ് ഇ ക്യു എന്നാണ് പറയണത്. അപ്പോൾ തുടക്കം തന്നെ നമ്മളിപ്പോൾ റെക്കോർഡ് ചെയ്ത് ഒരു വോയിസോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എടുക്കണമെങ്കിൽ നല്ലൊരു അക്കോസ്റ്റിക് ട്രീറ്റ്മെൻറ്റ് നടത്തിയിട്ടുള്ള ഒരു സ്ഥലത്ത് നിന്നല്ല നമ്മൾ ചെയ്തേക്കണം. റെക്കോർഡ് ചെയ്ത് വീട്ടിൽ നിന്നോ അല്ലെങ്കിൽ അത്രയും വെൽ സെറ്റപ്പ് അല്ലാത്തൊരു ഹോം സ്റ്റുഡിയോ എന്നൊക്കെ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഫസ്റ്റ് ഒരു ലോക്കട്ട് നമ്മൾ കൊടുക്കുകയാണ്. അതായത് ഇപ്പോൾ കട്ട് 16 ഇങ്ങനെ പല ഓപ്ഷൻസ് ഉണ്ട്. അതിനിപ്പോൾ ഞാൻ കട്ട് 96 എന്ന് പറഞ്ഞാൽ ഇത് സ്റ്റീപ്പായിട്ടൊരു സ്ലോപ്പായിരിക്കും, ഇങ്ങനെ കുത്തി നിൽക്കണ പോലെ. ഈ ഒരു കർവ് ചെറുതായിരിക്കും. ഇപ്പോൾ കട്ട് 12 എന്ന് കൊടുത്താൽ ഈ സ്ലോപ്പ് ഇങ്ങനെ വരും, ചെരിഞ്ഞ് വരും. അതുള്ളൂ അതിൻ്റെ തമ്മിലുള്ള വ്യത്യാസം. നമ്മളൊരു കട്ട് 96 കൊടുത്താൽ ഇത്രയും കട്ടായാലും ഞാനൊരു 50 വരെ കട്ട് ചെയ്തു. 50 വരെയൊക്കെ ശരിക്കും നമ്മൾ നോർമൽ ഹ്യൂമൻ ഹിയറിങ്ങിന് നന്നായി കേൾക്കാൻ പറ്റാത്ത സ്ഥലങ്ങളാണ്. അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ കാര്യമായിട്ട് നമ്മുടെ വോയിസിനെ ഒന്നും എഫക്റ്റ് ചെയ്യില്ല. എന്നാൽ ആവശ്യമില്ലാത്ത ഈ റൂമിലുണ്ടാകുന്ന ചെറിയ റംബിൾസ് അങ്ങനെയുള്ള സൗണ്ടുകളെല്ലാം എക്സ്ക്ലൂഡ് ആവുകയും ചെയ്യും. ഇതിനെ മഡ് റിമൂവൽ എന്നും പറയാറുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു കട്ടാണിത്. അപ്പോൾ ഇവിടെ ഒരു ഫിൽട്ടർ ടൈപ്പാണ് ഈ കാണിച്ച കോളത്തിൽ. ഇതിൻ്റെ തൊട്ടടുത്തൊരു ഇതിൽ കാണിച്ചത് ഫ്രീക്വൻസി. അതായത് ഇപ്പം നമുക്ക് ഈ ഒരു ബാൻഡായിട്ട് തന്നിട്ടുണ്ട് 0 to 50. ഈ ബാൻഡിനെ നമുക്ക് കുറച്ചും കൂടെ ചേഞ്ച് ചെയ്യണമെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ചേഞ്ച് ചെയ്യാം, ബാൻഡിൻ്റെ വിഡ്ത്ത് കൂട്ടാനായിട്ട്.
പിന്നെ ഇവിടെ ക്യൂ എന്ന് പറയും. ക്യൂ എന്ന് പറയണത് ഇപ്പോൾ വർക്ക് ചെയ്യില്ല. കാര്യം എന്ന് വെച്ചാൽ ഇതിൽ നമ്മളൊരു ഓൾറെഡി ഒരു ഫിൽറ്റർ ടൈപ്പ് കൊടുത്തേക്കണോണ്ട് ഇങ്ങനെ വേണമെങ്കിൽ ചെയ്യാൻ പറ്റും, ലിഫ്റ്റ് ചെയ്യാൻ പറ്റും. ഫുള്ളായിട്ട് ക്യൂ ആയിട്ട് വർക്ക് ചെയ്യില്ല. അടുത്തൊരു ബാൻഡിൽ ക്യൂ വർക്ക് ചെയ്യണം എങ്ങനെയാണെന്ന് ഞാൻ കറക്റ്റായിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇത് നമ്മൾ 0 തന്നെ കൊടുത്താൽ ഓക്കെ. ഇതിൻ്റെ തൊട്ടടുത്ത് കിടക്കുന്നത് ഗെയിനാണ്. ഗെയിൻ ഇതേമാതിരി നമ്മൾ ഫിൽറ്റർ ടൈപ്പ് കൊടുത്തുകൊണ്ട് അത് ഡിസേബിൾഡ് ആണ്. ഇതിപ്പോൾ നമ്മൾ രണ്ടാമത്തെ EQ ബാൻഡിലോട്ട് പോകണമെങ്കിൽ 2 എന്ന് എഴുതിയിട്ടുണ്ട്. ഇതിലേത് ബാൻഡ് വേണമെങ്കിലും നമുക്ക് ഡിസേബിൾ ചെയ്യാം. അതായത് ഈ എഫക്റ്റ് ഈ ബാൻഡുകളിൽ വർക്ക് ചെയ്യാതെ ഇരിക്കണമെങ്കിൽ നമുക്ക് ഇതിനെ ഓഫ് ചെയ്താൽ മതി. ആ ബാൻഡിൽ നമ്മൾ ചെയ്ത വ്യത്യാസങ്ങളൊന്നും വർക്ക് ചെയ്യില്ല, അത്രേ ഉള്ളൂ. ഇപ്പോൾ ഇവിടെ ഈ രണ്ടാമത്തെ ബാൻഡ്, മൂന്നാമത്തെ ബാൻഡ്, നാലാമത്തെ ബാൻഡ് ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വോക്കലിന് ബേസിക്കലി ഒരു EQ റേഞ്ച് ഉണ്ട്. ഇപ്പോൾ ഒരു മെയിൽ വോക്കലാണ് എടുക്കണമെങ്കിൽ നമുക്കൊരു 150, അതായത് ഭയങ്കര ബേസുള്ള ഭാഗം 150, പിന്നെ മുകളിലോട്ട് ഒരു 700, 800 വരെയൊക്കെ പോകാം. അതിൻ്റെ മുകളിലോട്ടും ഫ്രീക്വൻസികളുണ്ടാവും. പക്ഷേ ഏറ്റവും മെയിനായിട്ട് കിടക്കുന്ന ഫ്രീക്വൻസികളുള്ള ഒരു ഏരിയ ഇതായിരിക്കും. ഈ ഒരു ഭാഗത്തിലാണ് ഏറ്റവും കൂടുതൽ മെയിൻ ഫ്രീക്വൻസി എൻ്റെ ഒരു വോക്കൽ റേഞ്ചിൽ കിടക്കുന്നത്. ഫീമെയിൽ ആണെങ്കിൽ ഇത് കുറച്ചും കൂടെ റൈറ്റിലോട്ട് ഷിഫ്റ്റ് ആവും. അപ്പോൾ ഈ ഫ്രീക്വൻസികളിലാണ് നമുക്ക് ചേഞ്ചസ് വരുത്തുന്നത്. അതിനിപ്പോൾ ചേഞ്ചസ് വരുത്താനായിട്ട് ഇപ്പോൾ നമ്മൾ മൂക്കിൻ്റെ സൗണ്ട് വരാറുണ്ട്, നെയ്സൽ സൗണ്ടുകൾ വരാറുണ്ട്. അപ്പോൾ അത് കട്ട് ചെയ്യാനായിട്ട് നമ്മൾ ആ ഒരു പ്രത്യേക ഫ്രീക്വൻസി ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യും. അത് 2-3 രീതിയിൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. വേണമെങ്കിൽ നമുക്ക് ഇതിന് dB ഉയർത്തി നോക്കുക. അതായത് ഇങ്ങനെ ഒരു ഇതാണ് dB എന്ന് പറയുന്നത്. ഈ മുകളിലോട്ട് പൊക്കി കഴിഞ്ഞാൽ 5ാമത്തേൻ്റെ dB ഓൾറെഡി കൂടി, കണ്ടോ? അപ്പോൾ ഇത് കൂട്ടിയാൽ dB കൂടും. അതനുസരിച്ച് ക്യൂവിനെ വ്യത്യാസം വരുത്തുക. അതായത് ആ ഒരു ഏരിയയിൽ മാത്രം ശ്രദ്ധിച്ച് കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് ഈ ക്യൂവിനെ വ്യത്യാസപ്പെടുത്തിയാൽ മതി. പിന്നെ ഇത് ഫ്രീക്വൻസിയാണ്. ഫ്രീക്വൻസി നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ഇതൊന്ന് പ്ലേ ചെയ്തിട്ട് കണ്ടോ, ശരിക്കും ഈ ഒരു വിസിലടിക്കുന്ന സൗണ്ട് വരുന്നത് ശരിക്കും ആ ഫ്രീക്വൻസികളൊക്കെ നമ്മൾ വളരെ ചെറിയ രീതിയിലെങ്കിലും കട്ട് ചെയ്ത് കളയേണ്ടതാണ്. കാര്യം അത് പീക്കിംഗ് എന്ന് പറയും. ആ ഒരു പർട്ടിക്കുലർ ഫ്രീക്വൻസി നമ്മുടെ വോയിസിൽ പീക്ക് ചെയ്യുന്നുണ്ട്. അത് നമ്മൾ ചെറിയ രീതിയിൽ സബ്സ്ട്രാക്ട് ചെയ്യണം. അപ്പോൾ സബ്സ്ട്രാക്ട് ചെയ്യണമെങ്കിൽ എങ്ങനെ ചെയ്യുമെന്ന് വെച്ചാൽ ഈ ക്യൂ ചെറുതാക്കി ആ ഒരു ഗെയിൻ ചെറുതായിട്ട് കുറച്ച് ഇങ്ങനെ താഴത്തോട്ട് ജസ്റ്റ് എത്ര കുറയ്ക്കണം നോക്കിയിട്ട് -1.2, -2 ആ റേഞ്ചിലൊക്കെ കുറച്ചാൽ മതിയാവും. അത് നമ്മൾ കേട്ട് നോക്കിയിട്ട് നമ്മൾ മനസ്സിലാക്കിയിട്ട് ആ ഫ്രീക്വൻസി നല്ലതല്ല, ഹാർഷ്നെസ് ആണ്, നമുക്ക് കൊള്ളത്തില്ല എന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാം. പിന്നെ ഈ ഭാഗത്തോട്ട് വരുമ്പോൾ 8, 9 ഈ 8-ലൊക്കെ വരുന്ന ഫ്രീക്വൻസികളൊക്കെ ബേസിക്കലി എയർ വോയിസ് എന്നൊക്കെ പറയും. നമ്മൾ ഇച്ചിരി ഹസ്കിനെസ് വോയിസിന് കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഏരിയകളാണ്. ബേസിക്കലി ഈ 3 നോബാണ് ഇതിനകത്തുള്ളത്: ഫ്രീക്വൻസി, ക്യൂ, ഗെയിൻ. ഇത് എല്ലാം കൂടെ ഒരുമിച്ച് നമുക്ക് ഇവിടെ നിന്ന് വർക്ക് ചെയ്യാം. ഈ ഒരു ക്യൂവിൽ പിടിച്ചിട്ട് മുകളിലോട്ട് താഴത്തോട്ടോ മൂവ് ചെയ്യുകയോ ഇങ്ങനെ മൂവ് ചെയ്യുകയോ എങ്ങോട്ട് വേണമെങ്കിൽ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇതെല്ലാ സാധനങ്ങളും അവിടെ നിന്ന് തന്നെ കൺട്രോൾ ചെയ്യാം. പിന്നെ എപ്പോഴും ഒരു സ്ഥലത്ത് ഇപ്പോൾ ഇവിടെ നമ്മളൊരു ഹാർഷ് വോയിസ് കണ്ടുപിടിച്ച് ഭയങ്കര വിസിൽ ചെയ്യുന്നുണ്ട്. അതിനെ തിരിച്ചിറക്കുമ്പോൾ നമുക്ക് ഈ കൈ പിടിച്ചിട്ട് ഇങ്ങനെ മൗസ് കൊണ്ട് താഴത്തോട്ട് വലിച്ചാൽ അതിൻ്റെ പൊസിഷൻ മാറിപ്പോകാൻ ചാൻസ് ഉള്ളതുകൊണ്ട് നമ്മൾ ഇവിടെ നിന്ന് തന്നെ ഇപ്പോൾ 5ാമത്തെ പോയിൻ്റാണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. ഇതിനെ ഇവിടെ നിന്ന് തന്നെ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ പൊസിഷൻ മാറില്ല. സെയിം ഫ്രീക്വൻസിനെ താഴത്തോട്ട് കുറയ്ക്കാൻ പറ്റും. അപ്പോൾ അതെപ്പോഴും കേട്ടിട്ട് കുറയ്ക്കുക. വല്ലാണ്ട് കുറച്ചാൽ നമ്മുടെ നല്ല എലമെൻറ്റ്സൊക്കെ പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ക്യൂ എത്ര വരണമെന്ന് നമ്മൾ മനസ്സിലാക്കുക. ക്യൂ അധികം വരേണ്ടടുത്തടുത്ത് ക്യൂ വൈഡായിട്ട് എടുക്കുക. ഇപ്പോൾ ക്യൂ വൈഡായിട്ടാണ് വരുന്നത്. അപ്പോൾ ഇപ്പോൾ ഒരു ചെറിയ ആ ഏരിയ മൊത്തത്തിൽ ചെറുതായിട്ടൊന്ന് കുറയ്ക്കണമെങ്കിൽ അങ്ങനെ ചെയ്താലും മതിയാവും. ഇപ്പോൾ ഇത് കാണിക്കാൻ പറ്റും, കണ്ട ഇങ്ങനെ ക്യൂ കുറച്ച് ചെയ്യാൻ പറ്റും. നമുക്ക് പല സ്ഥലത്ത് അതെല്ലാം കേട്ടിട്ടാണ് നമ്മളിതെല്ലാം ചെയ്യുക. അപ്പോൾ ബേസിക്കലി ഇതാണ് ഫ്രീക്വൻസികൾ. ആവശ്യമില്ലാത്ത സാധനങ്ങളെല്ലാം സബ്സ്ട്രാക്ട് ചെയ്ത് മാറ്റുക. പിന്നെ നല്ല ആവശ്യമുള്ള ഫ്രീക്വൻസികളെ ബൂസ്റ്റ് ചെയ്യുക. ചിലപ്പോൾ ടോണൽ ക്വാളിറ്റി, നമ്മുടെ ടോണിൻ്റെ ക്വാളിറ്റി കൂട്ടാനായിട്ട്, ഇച്ചിരി ബേസ് കൂട്ടാനായിട്ട് എല്ലാം ഇങ്ങനെയുള്ള ഫ്രീക്വൻസി പ്ലഗിൻസാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ചില ഏരിയയിൽ നെയ്സൽ, ഇപ്പോൾ ഇതൊരു നെയ്സൽ വോയിസ് ആണെങ്കിൽ ഇങ്ങനെയൊക്കെ കാണാൻ പറ്റും. അറേഞ്ച് ചെയ്ത് വരുമ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാവും ചിലപ്പോൾ ഒരു ഷേപ്പിൽ. വേറൊന്നല്ല, ആ പർട്ടിക്കുലർ ഫ്രീക്വൻസീനെ മാത്രം നമ്മൾ കുറച്ച് മാറ്റുകയാണ്. അപ്പോൾ ആ നമ്മുടെ ഒരു മിക്സ് വളരെ ക്ലിയർ ആവും. ഇതുകൊണ്ട് തന്നെ ഈ EQ എന്ന് പറയുന്ന പ്ലഗിൻ ഓൾമോസ്റ്റ് എല്ലാ ട്രാക്കുകളിലും ഇടാറുണ്ട്.
കാര്യം എത്രത്തോളം ആവശ്യമില്ലാത്ത ഫ്രീക്വൻസിനെയൊക്കെ ഒഴിവാക്കുന്നു അത്രയും മിക്സ് ക്ലിയർ ആയിരിക്കും. ഇപ്പോൾ ഒരു 50 ട്രാക്ക് 60 ട്രാക്കൊക്കെ നമ്മൾ മിക്സ് ചെയ്യാൻ നേരത്ത് ഈ റെക്കോർഡ് ചെയ്തെടുത്തതിനാണ് കൂടുതൽ ഇത് ആവശ്യം വരിക. VST ഇൻസ്ട്രുമെൻറ്റ്സ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഓൾറെഡി അതില്ലാത്ത ഈ മഡൊന്നും ഇല്ലാത്ത രീതിയിൽ തന്നെ ആയിരിക്കും അവർ റെക്കോർഡ് ചെയ്ത് അതൊരു VST ഇൻസ്ട്രുമെൻ്റായിട്ട് ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുണ്ടാവുക. അപ്പോൾ അതിനകത്തൊന്നും സത്യം പറഞ്ഞാൽ EQൻ്റെ ആവശ്യങ്ങൾ കാര്യമായിട്ട് വരില്ല. നമ്മുടെ ഈ റെക്കോർഡ് ചെയ്ത മിക്ക സാധനങ്ങളിനകത്തും EQയുടെ ആവശ്യം വരും. ഇതിൽ മാത്രമല്ല ടോണൽ ഷേപ്പിംഗ്, നമ്മൾ എന്തെങ്കിലും ഒരു ഇൻസ്ട്രുമെൻ്റ് എടുത്ത് ഇപ്പോൾ ഒരു ഫ്ലൂട്ട് റെക്കോർഡ് ചെയ്തു, ഫ്ലൂട്ടിൻ്റെ ടോണൽ ക്വാളിറ്റി ബാലൻസ് ചെയ്യാനായിട്ട് EQ ആണ് ഏറ്റവും നല്ല പ്ലഗിൻ. അത് വെച്ചിട്ടാണ് നമ്മൾ ടോണൽ നല്ല ക്വാളിറ്റിയിലാക്കി എടുക്കാൻ പറ്റുന്നത്. അപ്പോൾ ബേസിക്കലി ഇതാണ് ഫ്രീക്വൻസി, dBs എത്ര കൂട്ടണം നോക്കുക, പിന്നെ ഇതുപോലെ മഡ് റിമൂവൽ, ലോ കട്ട് ചെയ്യൽ, ഹൈ കട്ട് ചെയ്യൽ, പിന്നെ ബാൻഡ് പാസ്, EQ, അങ്ങനെ കുറേ പാസുകളുണ്ട്. ഒരു ബിഗിനർ എന്നുള്ള നിലയിൽ ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്യാവശ്യം വർക്ക് ചെയ്ത് നോക്കാം. ബാക്കി വർക്ക് ചെയ്തിട്ട് കാര്യങ്ങൾ കേട്ട് മനസ്സിലാക്കേണ്ടതാണ് ഈ ഒരു പ്ലഗിൻ. ഈ വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നു? യൂസ്ഫുൾ അല്ലേ? യൂസ്ഫുൾ ആയിരുന്നെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ചേക്ക്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് പറയാം. പുതിയ കണ്ടൻറ്റ്സ് എന്തെങ്കിലും വേണമെങ്കിൽ അതിനെക്കുറിച്ചും പറയാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ.